ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓക്കെ, അപ്പൊ ഇന്നത്തെ പറയുന്നത് ഞാൻ ഒരു ചെറിയൊരു വ്ലോഗ് എടുക്കാൻ വിചാരിച്ചു. കാരണം ഇന്ന് ഞങ്ങളുടെ കോളേജിൽ എക്സാം ഉണ്ട്, ലൈക്ക് ക്ലാസ് ഉണ്ടാവും. ഇന്ന് സാറ്റർഡേ എന്ന് പറയുമ്പോൾ നമുക്ക് കോളേജിൽ കളർ ഡ്രസ്സ് ഇടാം. ഓക്കെ, കളർ ഡ്രസ് മീൻസ് നമുക്ക് ഫോമിലായിട്ടുള്ള കുർത്തീസും കാര്യങ്ങളൊക്കെ ഇടാം. സോ ഇന്നത്തെ വീഡിയോ പറയുന്നത് എനിക്ക് മാക്സിമം പറ്റാവുന്ന, കാരണം രാവിലെ തുടങ്ങി ഉച്ചവരെ എനിക്ക് എക്സാം ആണ്. അപ്പൊ ഞാൻ എന്തായാലും ഈ ഫോം കൊണ്ടുപോകുന്നില്ല, ഉച്ച കഴിഞ്ഞിട്ട് കൊണ്ടുപോകാം. പിന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ സബ്മിറ്റ് ചെയ്യാൻ വേണം ഉച്ച കഴിഞ്ഞായാലും. സോ നമുക്ക് കുറച്ച് ക്ലിപ്സ് ഇതിലുണ്ടാവുള്ളൂ. ഓക്കെ, എന്തായാലും നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് എന്താ വൈകിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ പോഡ്കാസ്റ്റ് ടൈപ്പ് ഒന്നും എടുത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ചെറിയ വ്ലോഗ് എടുക്കാൻ വിചാരിച്ചു. ഓക്കെ, പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ജസ്റ്റ് ഒരു വീഡിയോ തന്നെ നമുക്ക് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്. മറ്റുള്ളവർക്ക് അത് ചെറുതായിരിക്കും, പക്ഷെ എനിക്കിവിടെ അത്ര ചെറുതല്ല. ഓക്കെ, കാരണം ഞാൻ ഒരാളോടും സബ്സ്ക്രൈബ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഞാൻ ചെയ്യിപ്പിക്കാറില്ല. ഓക്കെ, അവർക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു സന്തോഷം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാവുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് അടിപൊളിയായിരിക്കും. അപ്പൊ എനിക്കും കുറച്ചുകൂടെ എൻ്റെ ഇംപെർഫെക്ഷൻസ് ഒക്കെ മാറ്റി ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ എന്താ പറയാ, ഒരു മോട്ടിവേഷൻ വേണോ? ഞാൻ ഒരു കാര്യം പറയാം. അതായത് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കുമ്പോഴും അത് ആലോചിച്ച് ഓക്കെ ഫ്യൂച്ചറിൽ അത് എന്താവും എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം. ഓവറായിട്ട് ആലോചിച്ച് കൊളക്കാനില്ല. അതല്ലാണ്ട് നമ്മളെടുക്കുന്ന ഓരോ സ്റ്റെപ്സും അത് ഒരിക്കലും പിന്നീട് റിഗ്രറ്റ് ചെയ്യരുത്. അത് എന്ത് സ്റ്റെപ്പ് ആയാൽ പോലും നമ്മൾ ചിലപ്പോൾ ചെറിയൊരു കാര്യമായിരിക്കാം എന്നാൽ പോലും പിന്നീട് ഒരിക്കലും നമ്മൾ റിഗ്രറ്റ് ചെയ്യരുത്. റിഗ്രറ്റ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ എന്താ ഓരോ ഡിസിഷൻസും സ്റ്റെപ്സും നമ്മുടെ ലൈഫിൽ എടുക്കാം. ഓക്കെ, അതൊരു പോയിന്റ് ആയിട്ട് ഇരിക്കട്ടെ. ഞാൻ ഇങ്ങനെ എല്ലാ വീഡിയോസിലും ജസ്റ്റ് ചെറിയ പോയിന്റ്സ് പറഞ്ഞു, പോഡ്കാസ്റ്റ് അല്ലാത്ത വീഡിയോസിലാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു 9 o'clock ഇപ്പൊ ഇന്നും എണീക്കുന്ന പോലെ ഇന്ന് 6 മണിയായപ്പോ എണീച്ചു. ഞാൻ ഇങ്ങനെ ഫോൺ നോക്കിയിരുന്നു. എനിക്കെന്തോ വീഡിയോ എടുക്കാനുള്ള ആ ഒരു മൈൻഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തോ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ വീഡിയോ എടുത്തിട്ട് ലൈക്ക് എനിക്കൊരു ഇത് കിട്ടില്ല. ഓക്കെ, അടിപൊളി ഇത് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല. അത് ഞാൻ ഇങ്ങനെ ഒരു ബ്ലോഗ് പോലെ ചെയ്യാൻ വിചാരിച്ചത്. ഓക്കെ, അപ്പൊ ഒരു സ്റ്റുഡന്റ് കോളേജ് ലൈഫിലെ ഒരു ബ്ലോഗാണ് ഇന്നത്തെ. ഓക്കെ, ഞാനിപ്പോ എവിടെയാന്ന് വെച്ചാൽ ഞാൻ തമിഴ്നാട്ടില് കേരളത്തിനടുത്ത് തന്നെയാണ്. ഇവിടെ ഒരു 7 hours ഉള്ളു തമിഴ്നാട്ടൊക്കെ. നാട് നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ കുറെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ലൂപ്പിൽ തന്നെ ആയി പോകുമ്പോൾ ഞാൻ ആലോചിക്കും നാട്ടിലായിരുന്നെങ്കിൽ ഇപ്പൊ കോളേജിലൊക്കെ അടിച്ചു പൊളിക്കായിരുന്നു, അങ്ങനെയൊക്കെ ഞാൻ ആലോചിക്കും. ബട്ട് ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോ ഓക്കെ, നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം, അതുപോലെ നല്ലൊരു ജോബ് വേണം. കാരണം ലൈക്ക് എല്ലാവരുടെ ആഗ്രഹമായിരിക്കും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള അതൊരു ഗേൾ ആയാലും പോയാലും ഫസ്റ്റ് ഓഫ് ഓൾ ആഗ്രഹിക്കേണ്ട നല്ലൊരു ജോബ് വേണം, ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം, വീട് നമുക്ക് നോക്കാൻ കഴിയണം. അതിനൊക്കെ തന്നെ അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഉള്ളത് കൊണ്ട് നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും. ഇനിയിപ്പോ 2-3 years കൂടെ അത് കഴിഞ്ഞാൽ പിന്നെ ലൈക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ലൈഫ് നമുക്ക് കിട്ടുമല്ലോ. പിന്നെ അതിന്റെ കൂടെ നമ്മൾ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യുമ്പോൾ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. അതായത് നമ്മുടെ സ്ട്രെസ് ലൈഫൊക്കെ അങ്ങോട്ട് പോകും. ഇപ്പൊ എല്ലാവർക്കും ഇതുപോലെ വീഡിയോസ് ചെയ്യണമെന്നായിരിക്കൂല ഹാപ്പിനെസ് കിട്ടുക. ചിലർക്ക് ഈ ക്രാഫ്റ്റ് ചെയ്യുക, അതുപോലെ ചിലർക്ക് ഈ പാട്ട് പാടുന്നത്, സ്റ്റോറി റൈറ്റിങ്. അപ്പൊ നിങ്ങൾക്ക് പാഷൻ എന്താണോ അത് ചെയ്യുക. ലൈക്ക് അതിലെവിടെയാണോ നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് കിട്ടുന്നത് ആ ഒരു കാറ്റഗറിയിൽ നിങ്ങൾ ഗ്രോത്ത് ചെയ്യുക. ഇപ്പൊ ചിലർക്ക് ബിസിനസ് ചെറിയ ബൊട്ടിക്സ് തുടങ്ങാനായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഓരോ പാഷനേറ്റുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ അത് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അതല്ലാണ്ട് ലൈക്ക് ആൾക്കാർ എന്ത് വിചാരിക്കും, ഞാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ സക്സസ് ആവും, അതൊന്നും ആദ്യം ചിന്തിക്കരുത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. ഞാൻ വിചാരിക്കുന്നു നെക്സ്റ്റ് പോഡ്കാസ്റ്റ് മാനിഫെസ്റ്റേഷനെ പറ്റി നമുക്ക് ചെയ്താലോ, ഇത് കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. ഓക്കെ, ഹലോ ഗൈസ്, ദിസ് ഈസ് അവർ ഐ ഡി കാർഡ്. നല്ല ഷെയ്ഡല്ലേ, എനിക്കിഷ്ടമായി. കാരണം നമ്മളെ ഫേസ് കുറച്ച് ബ്രൈറ്റ് ആക്കുന്ന ഷെയ്ഡാണ്. ഞാൻ ഈ ബ്രൗൺ ഒക്കെ വാങ്ങിയിട്ടില്ലേ, എൻ്റെ ഫേസ് കുറച്ച് ഡാർക്ക് ആക്കണം പോലെ തോന്നി. ബട്ട് ഇത് എൻ്റെ ഫേസ് നല്ല ലൈക്ക് കുറച്ച് നല്ല ബ്രൈറ്റ് ആക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിങ്ങും ആണ്, പിന്നെ ട്രാൻസ്ഫർ പ്രൂഫും ആണ്. കാണിച്ചു തരാം, കണ്ടോ ഗൈസ്, ഒന്നും ആയില്ല. പിന്നെ എന്താ ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പൊ പിന്നെ എന്താ നമ്മൾ വാങ്ങിച്ചു. അതും അഫോർഡബിൾ പ്രൈസ്, അതായത് 100 below ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ക്വാളിറ്റി ഇല്ലാത്തായിരിക്കും. അത്ര എക്സ്പെൻസീവ് ഉള്ള ലിപ്സ്റ്റിക്സ് മാത്രമേ ക്വാളിറ്റി ഉള്ളതുള്ളൂ. ഓക്കെ, അല്ലാണ്ട് ഈ 200 അങ്ങനെ കുറച്ചുള്ളതിനൊക്കെ അത്യാവശ്യം
പ്രൈസ് ഉണ്ട്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഞാൻ ചെറിയ, അതായത് പിങ്കാണല്ലോ, അപ്പം എനിക്ക് മാച്ച് ആവാറില്ല. അപ്പം ഞാൻ ലൈക്ക് ഇതിലുള്ള ക്വാണ്ടിറ്റി കുറവാണ് ഞാൻ വാങ്ങിയത്. അതുകൊണ്ടാണ് എനിക്ക് 77 ഓഫർ പ്രൈസിന് കിട്ടി. അത്യാവശ്യം നല്ല ഒരു ലിപ്സ്റ്റിക്കായിട്ട് എനിക്ക് തോന്നി. ഐ ഷുഡ് റെക്കമെൻഡ് ദിസ്. ഓക്കെ, ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഞാൻ ഒരു ഷോർട്സ് ചെയ്യാം, അപ്പം അതിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ കോളേജിൽ പോകാൻ നിൽക്കാം. ഇന്നും മെയിലിൽ ഞങ്ങൾക്ക് എക്സാം ഉണ്ട് ഗൈസ്. ദിസ് ഇസ് മറ്റേ ഓക്കെ എക്സാം, ബയോമെക്കാനിക്സ് ആണ് എക്സാം. ഞാനൊന്നും നോക്കിയിട്ടില്ല, ആരും നോക്കാറില്ല. നമുക്ക് എന്തായാലും എക്സാമിന് പോയിട്ട് കാണാം. ഓക്കെ, വന്നിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ടായി എന്നുള്ളത്. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ വന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പം ഇറങ്ങുക ഇരുട്ടാണ്, അത് ഭയങ്കര സൺലൈറ്റ്. ഇപ്പം ഇറങ്ങുമ്പോൾ കാണാൻ എൻ്റെ മുഖത്ത് വെട്ടിത്തലാണ്. ലൈക്ക് ഫാനടിച്ചുമായിരിക്കും നമ്മൾ. ഗൈസ് കണ്ടോ, ഇത് വെയില കാണാൻ പറ്റണ്ടല്ലോ. ഓക്കെ ഗൈസ്.